യുഎസിന് മീറ്റിങ്ങിന് പോവാണ്. പിന്നെ മീറ്റിംഗ് എന്തിനാന്ന് വെച്ചാൽ എക്സാമിനെ പറ്റി പറയാൻ, ഗ്രാജുവേഷൻ എക്സാം. നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യാൻ 3 months ഗ്രാജുവേറ്റിംഗ്. അപ്പോൾ അതിന് എന്തെല്ലോ കിന്നാരത്തിന് വിളിക്കുന്നൊരു യൂണിവേഴ്സിറ്റി. അതിന് പോവാണ്. നമ്മളെ ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ദൂരമില്ല, 2 കിലോമീറ്റർ ഉള്ളു. പക്ഷെ 2 ബസ് കയറണം. അത് നല്ല സ്ഥലത്ത് നോക്കി അപ്പാർട്ട്മെന്റ് എടുത്താൽ എങ്ങനെ ഇരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങൾ യൂണിവേഴ്സിറ്റി ആൾക്കാരെ എക്സ്പെൽ ആക്കും. അടി പേര് വെളിപ്പെടുത്തരുതടി. ഇതാ ഇതല്ല, ഞാൻ കാണിച്ചു തരാം. പല ഏരിയസും പല ഇതാണ് കാണാൻ. ഇത് വെച്ചാല് മരമൊന്നുമില്ലാത്ത വൃത്തിയില്ലാത്തൊരു ഏരിയ ആണ്. വൃത്തിയില്ലാത്ത ഒന്നും പറയരുത്. പക്ഷെ റോഡൊക്കെ നോക്കുമ്പോൾ വൃത്തിയുണ്ട്, ഭംഗിയില്ലാത്തൊരു സ്ഥലം. അങ്ങനെ നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്യാതെ ജീവിക്കാൻ നല്ല സുഖം. ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും. ബിക്കോസ് പബ്ലിക് ട്രാൻസ്പോർട്ട് അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബസ്സസ് ഉണ്ട്. ഇപ്പോൾ പെട്ടെന്നൊക്കെ പോകേണ്ട അടുത്തൊക്കെ പോവാം. അപ്പോൾ there are people looking at me, that's why I'm talking. ഞാൻ വണ്ടി അടിച്ച് ചത്തോ? ഈ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി. ഇതാണ് ബസ് സ്റ്റോപ്പ്. സോ ബേസിക്കലി വളരെ അടുത്താണ് യൂണി. ആക്ച്വലി ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിവിടെ ചുമ്മാ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് തുറന്നു വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ സ്റ്റെയറൊക്കെ കയറി ലിഫ്റ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഇവിടെ സ്റ്റുഡൻസിന് വേറെ ലിഫ്റ്റ്, ഒഫീഷ്യൽസിന് വേറെ ലിഫ്റ്റ്. അതൊരു വല്ലാത്ത ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ്. സോ ദിസ് ഇസ് സ്നേഹ, 6th floor. ദിസ് ഇസ് ജിയ. എത്രയാ? 4:77. ഓക്കെ, എന്നിട്ട് കാണിക്കാണ്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ആരെ കണ്ടു? ഓ മൈ ഗോഡ്, വ്ലോഗ് കാണുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കും. പുതിയ ഫോണാണ്, പുതിയ ഫോണാണ്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇടക്കിടക്ക് ഇടുന്ന 633 റൂം നമ്പർ ഗൈസ്. കമോൺ, സംഭവം എക്സ്പെൽ ആണ് ഇന്നെല്ലാവരും. അതിനാണ് പോകുന്നത്. കിന്നാരം കളിച്ചിട്ട് ഗ്രൂപ്പിൽ ഒരാൾക്ക് മാത്രം അവരെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചെടുത്ത ശരിക്കും ഞാൻ ഇൻട്രോവേർട്ട് ആണ്. പക്ഷെ ഞാനിങ്ങനെ കൂടുതലായിട്ട് വർത്താനം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ട് എന്തൊക്കെ പറയണ്ടായിരുന്നു. ഫ്യൂച്ചറേ പ്രോബ്ലം ആണ്. Will we get internship certificate കിട്ടുമോ നോക്കണ്ടേ? ചോദിക്കേ. അതങ്ങനെ നിർത്തി പറയാം. ഈ ലാസ്റ്റ് തള്ളി വിടുമല്ലേ? ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത് എഴുതാൻ പറ്റും. അടുത്ത് എഴുതാൻ പറ്റും എന്നാ പറഞ്ഞത്. CBT ഫെയിലായി, അങ്ങനെയാണെങ്കിൽ ഓസ്കി എഴുതാം, കുഴപ്പമില്ല. പക്ഷേ CBT ഫെയിലായിട്ട് ഓസ്കി ചെയ്തിട്ട് ഒരു ചാൻസ് ഉള്ളൂ. ഓ ഏതേ ഒന്ന് പാസ്സായാൽ മതി. എനിക്ക് നേരെ തിരിച്ചാ ഞാൻ കേട്ടത്. അതല്ല, ഒന്ന് പാസ്സായാലും മതി. 1 month ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. സോ ബേസിക്കലി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രാജുവേഷൻ്റെ അപ്ഡേറ്റ്സ് കിട്ടി. നല്ല എക്സാം ടഫ് ആവുമെന്നൊക്കെ പറഞ്ഞു.
അങ്ങോട്ട് പോയ സന്തോഷമൊന്നുമില്ല. പിന്നെ മെഹ എക്സ്പെല്ലായി. എൻ്റെ ഉമ്മച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മേക്ക് ഇനി 1 വർഷം കൂടെ എക്സ്ട്രാ മേക്ക് 1 വർഷം കൂടെ എക്സ്ട്രാ പഠിക്കണം. നീ 3 വർഷം പോരെ 30 ദിവസം കഴിഞ്ഞിട്ടോ. കഴിഞ്ഞു എക്സാം പാസ്സായി. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ചെയ്യണേ.